സംസ്ഥാന സർക്കാരിനും പ്രതിപക്ഷത്തിനുമെതിരെ നിരവധി വിവാദങ്ങൾ കത്തി നിൽക്കെ നിയമസഭാ സമ്മേളനം ഇന്ന് മുതൽ കലുഷിതമാകും. പോലീസ് അതിക്രമം സഭയിൽ ഉന്നയിക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. അടിയന്തര പ്രമേയത്തിന് റോജി എം ജോൺ നോട്ടീസ് നൽകും. പോലീസിന്റെ കസ്റ്റഡി മർദ്ദന പരാതികളിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം സഭയിൽ ഉണ്ടായേക്കും. സർക്കാർ ആഗോള അയ്യപ്പ ഭക്ത സംഘവും തൃശൂരിൽ CPM-നെ പിടിച്ചുലച്ച ഡിവൈഎഫ്ഐ ശബ്ദരേഖയും സഭയിൽ ചൂടേറിയ ചർച്ചയ്ക്ക് ഇടയാക്കും. അതേസമയം ലൈംഗിക ആരോപണത്തിൽ ഉൾപ്പെട്ട പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ എത്തുന്നത് യുവജന പ്രതിഷേധങ്ങൾക്കും വഴിവെച്ചേക്കും. വിവരങ്ങൾ ശാലിനി തിരുവനന്തപുരത്ത് നിന്ന് നൽകും. ശാലിനി, ഗുഡ് മോർണിംഗ്. ഇന്ന് നിയമസഭാ സമ്മേളനം എന്തായാലും ചൂട് പിടിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ കസ്റ്റഡി മർദ്ദനങ്ങൾ തന്നെയായിരിക്കും പ്രധാന ചർച്ചാ വിഷയമാവുക. ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നും സഭയിലെത്തുമോ ശാലിനി? രാഖി, ഗുഡ് മോർണിംഗ്. നമസ്തേ. രാഖി സൂചിപ്പിച്ചതുപോലെ തന്നെ ചൂടേറിയ വാർത്താദിനത്തിന് ഇന്ന് തലസ്ഥാന നഗരം തുടക്കം കുറിക്കും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇന്നലെ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ അടക്കമുള്ളവർക്ക് ചരമോപചാരം അർപ്പിച്ച് പിരിഞ്ഞ സഭ ഇന്നു മുതൽ ഒരു പൂർണ്ണ തോതിലേക്ക് എത്തുകയാണ്. രാവിലെ ചോദ്യോത്തരവേളയുണ്ട് 9 മണിക്ക്. അതിനുശേഷം അടിയന്തര പ്രമേയമുണ്ട്. അടിയന്തര പ്രമേയം ഇന്ന് എത്തുന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിനെയും ആഭ്യന്തര വകുപ്പിനെയും മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു വിഷയം കൂടിയാണ് ഇന്ന് അടിയന്തര പ്രമേയ നോട്ടീസായി MLA റോജി എം ജോൺ നൽകാനൊരുങ്ങുന്നത്. പോലീസ് സ്റ്റേഷനുകളിലെ അതിക്രമങ്ങൾ, ഒപ്പം തന്നെ കസ്റ്റഡി മർദ്ദനങ്ങൾ അടക്കമുള്ള വിഷയങ്ങൾ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ആ ആവശ്യം എങ്ങനെയായിരിക്കും ഭരണപക്ഷം എടുക്കുക? സ്പീക്കർ ആ നോട്ടീസിന് അനുമതി നൽകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. നോട്ടീസിന് അനുമതി നൽകിയില്ല എങ്കിലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് സഭയുടെ അകത്തളങ്ങളിൽ സാക്ഷ്യം വഹിക്കേണ്ടി വരും. അതല്ല, അനുമതി നൽകുകയാണെങ്കിൽ കൂടി ഒരുപക്ഷെ 1.5-2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വിശദമായ ചർച്ചയ്ക്ക് കൂടി സഭയുടെ അകത്തളം സാക്ഷ്യം വഹിക്കുമെന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും സംസ്ഥാനത്ത് ഒരുപക്ഷെ മുൻപ് എങ്ങും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള പോലീസ് അതിക്രമങ്ങളാണ് പോലീസ് സ്റ്റേഷനകത്തും പുറത്തുമായി വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സിനിമകളെ വെല്ലുന്ന രീതിയിലുള്ള ചിത്രങ്ങളും ദൃശ്യങ്ങളും അടക്കമുള്ള കാര്യങ്ങളാണ് CCTV-യിലൂടെ പോലീസ് സ്റ്റേഷനുള്ളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ ഇതുവരെ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. ആഭ്യന്തര വകുപ്പ് കൈയാളുന്നത് മുഖ്യമന്ത്രിയാണ്. സ്വാഭാവികമായും ഇത്തരം സംഭവങ്ങളിൽ സംസ്ഥാനത്തെ ജനകീയ പോലീസ് എന്നൊക്കെ നാഴിക്ക് 40 വട്ടം പറയുന്ന സർക്കാർ പ്രതിനിധികളിൽ ഔദ്യോഗികമായി ഇതിന് ഉത്തരം നൽകേണ്ടത് മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ മൗനം തുടരുന്നു. ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പോലും ഇക്കാര്യം പ്രതിപാദിക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് സഭയിലേക്ക് ഈ വിഷയം എത്താൻ പോകുന്നത്. നമ്മൾ ഈ സഭാ സമ്മേളനം ആരംഭിച്ചപ്പോൾ തന്നെ, അല്ലെങ്കിൽ തുടക്കമിടുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ പ്രതീക്ഷിച്ചത് മുഖ്യമന്ത്രിയുടെ ഇത്തരത്തിലുള്ള മറുപടി അത് സഭയ്ക്കകത്ത് തന്നെയായിരിക്കും. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി മറുപടി നൽകുമോ, അതോ മറ്റാരെങ്കിലും ആയിരിക്കുമോ ഈ വിഷയത്തിൽ മറുപടി നൽകാൻ പോകുന്നത് എന്നുള്ളതാണ് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിൽ കലുഷിതമാകുന്ന ഒരു സഭാ ദിനങ്ങൾക്കാണ് ഇന്ന് തുടക്കമിടാൻ പോകുന്നത്. ഇന്നലെ സമാധാനപരമായി ചരമോപചാരം അർപ്പിച്ച് പിരിഞ്ഞ സഭയിൽ ഇന്നു മുതൽ പ്രത്യക്ഷ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കും. അത് ഭരണപക്ഷ പ്രതിഷേധം ഒരു ഭാഗത്തുണ്ടാകാനുള്ള സാധ്യതയുണ്ട്, മറുഭാഗത്ത് പ്രതിപക്ഷ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് രാഹുൽ മാങ്കൂട്ടം MLA-യുടെ വരവാണ്. പാലക്കാട് MLA-യും ലൈംഗിക ആരോപണ കേസിൽ ആരോപണ വിധേയനായി നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടം സഭയിലേക്ക് ഇന്നും എത്തുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തും. ഒരു ഭാഗത്ത് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം രാഹുലിന്റെ വരവ് നാണക്കേടുണ്ടാക്കുന്നുണ്ട്. കാരണം കാര്യമായ രീതിയിൽ പ്രതികരിക്കാനോ പ്രതിഷേധിക്കാനോ ഭരണപക്ഷത്തിനെതിരെ സാധിക്കാത്തൊരു സാഹചര്യം. പ്രതിപക്ഷത്തിന്റെ സീറ്റിൽ പിൻനിരയിൽ പ്രത്യേക ബ്ലോക്കായിരിക്കുന്ന രാഹുലിന്റെ വരവോടുകൂടി പ്രതിപക്ഷത്തിന് ക്ഷീണമേൽക്കുന്നുണ്ട്. മറുഭാഗത്ത് രാഹുലിനെതിരെ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കാനാണ് ഒരുങ്ങുന്നതെങ്കിൽ ഭരണപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഭരണപക്ഷത്തും 2 MLA-മാർ, ഒരു മന്ത്രി ഉൾപ്പെടെ 2 പേർ അവിടെയും സമാനമായ രീതിയിലുള്ള ആരോപണങ്ങൾക്ക് വിധേയനായി ഇരിപ്പുണ്ട്. സ്വാഭാവികമായും ആ വിഷയങ്ങൾ നിൽക്കുമ്പോൾ അതിനെ എങ്ങനെയായിരിക്കും ഭരണ പ്രതിപക്ഷങ്ങൾ കാണുക എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. മറുഭാഗത്ത് യുവജന സംഘടനകളുടെ പ്രതിഷേധം അത് ശക്തമായി തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇത്രയധികം ആരോപണങ്ങൾ ഉയർന്നു നിൽക്കുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസ് സംരക്ഷിക്കുകയാണ്. ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടം സഭയിലേക്ക് എത്തുകയാണെങ്കിൽ പ്രതിപക്ഷ സംഘടനകൾ, യുവജന സംഘടനകൾ, പ്രത്യേകിച്ച് DYFI, SFI, യുവമോർച്ച അടക്കമുള്ള സംഘടനകൾ തടയുമെന്നുള്ള കാര്യം മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ട്. എന്നാൽ SFI ഈ സഭയ്ക്ക് സമീപത്ത് വെച്ച് MLA ഹോസ്റ്റലിന് സമീപത്ത് വെച്ച് രാഹുലിനെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാലും ഇന്നും സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടായും. കലുഷിതമായ പ്രതിഷേധങ്ങൾ നിറഞ്ഞ് പ്രക്ഷുബ്ധമാകുന്ന ഒരു നിയമസഭാ കാലത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. ഇന്ന് മുതൽ 11 ദിവസമാണ് നിയമസഭാ സമ്മേളനം ചേരുന്നത്. ഒക്ടോബർ 10-ന് നിയമസഭാ സമ്മേളനം പൂർത്തിയാകുകയും ചെയ്യും. 3 ഘട്ടങ്ങളിലായിട്ടാണ് ഈ നിയമസഭാ സമ്മേളനം ചേരുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായിട്ടുള്ള ഒരു സഭാകാലമാണ്. അപ്പോൾ സ്വാഭാവികമായും അങ്ങോട്ടും ഇങ്ങോട്ടും
കൊടുക്കാനും കൊണ്ടും കൊടുത്തുമൊക്കെയുള്ള ദിനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കുമൊക്കെ ആയിരിക്കും സഭയുടെ അകത്തളവും സഭയുടെ പുറത്തും വേദിയാക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ വിവാദ വിഷയങ്ങളിൽ നിർണായകമായ ചർച്ചകളും സഭയ്ക്കുള്ളിലും ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടിയുണ്ട്. ഒപ്പം തന്നെ നിർണായകമായിട്ടുള്ള ബില്ലുകളും സഭയുടെ പരിഗണനയ്ക്ക് വരികയും ചെയ്യുന്നുണ്ട്. രാഖി.